എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഹീറോ. സിനിമ ചിലരെ നായകന്മാരാക്കും, ചിലരെ വില്ലന്മാരാക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ സിനിമയേക്കാൾ വലിയ വിസ്മയങ്ങളായി മാറും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു അത്ഭുതമാണ് സലീം കുമാർ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രം അഭിനയിക്കുന്ന ഒരാളല്ല അദ്ദേഹം. മറിച്ച് തന്റെ ജീവിതം കൊണ്ടും പോരാട്ടങ്ങൾ കൊണ്ടും കലയെ പ്രണയിച്ച യഥാർത്ഥ കലാകാരൻ. മിമിക്രി വേദികളുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് അവഗണനകളുടെയും പട്ടിണിയുടെയും കയ്പുനീർ കുടിച്ചാണ് അദ്ദേഹം തന്റെ യാത്ര തുടങ്ങിയത്. ഒരു ചെറിയ വേഷത്തിനായി തിയേറ്ററുകളുടെയും സ്റ്റുഡിയോകളുടെയും പടവുകൾ കയറിയിറങ്ങിയ ആ നാളുകളിലും ഉള്ളിലെ പ്രതിഭയിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പിന്നീട് മലയാളികൾ കണ്ടത് ചിരിയുടെ ഒരു വസന്തകാലമാണ്. എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. മണവാളനായും ഡാൻസ് മാസ്റ്റർ വിക്രമായും പ്യാരിയായും അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ കേരളക്കര ഒരൊറ്റ മനസ്സോടെ ചിരിച്ചു. നമ്മൾ ഇന്നും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന തമാശകളിൽ പകുതിയും ആ പ്രതിഭയുടെ സംഭാവനയാണ്. മലയാളിയുടെ സങ്കടങ്ങൾ മറക്കാൻ ഒരേ ഒരു സലീം കുമാർ ഡയലോഗ് മാത്രം മതിയാകും എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വളർന്നു. പക്ഷേ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ഈ മനുഷ്യന്റെ ഉള്ളിൽ കണ്ണുനീരിന്റെ വലിയൊരു കടലുണ്ടായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. അച്ഛനുറങ്ങാത്ത വീടും ആദാമിന്റെ മകൻ അബുവും ഒക്കെ കണ്ടപ്പോ ആ അസാധ്യ നടന് മുന്നിൽ കൈയടിക്കാൻ മറന്ന് സ്തബ്ധരായി നിന്നു നമ്മൾ മലയാളികൾ. കോമഡി നടൻ എന്ന ലേബലിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലേക്ക് അദ്ദേഹം നടന്നു കയറിയപ്പോ അതൊരു പ്രതിഭയുടെ മാത്രം വിജയമായിരുന്നില്ല, മറിച്ച് പലരും തളർന്നു വീണേക്കാവുന്ന കഠിനാധ്വാനത്തിന്റെ വലിയൊരു കഥയുടെ വിജയം കൂടിയായിരുന്നു. ജീവിതം പലവട്ടം അദ്ദേഹത്തെ കഠിനമായി പരീക്ഷിച്ചു. മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നിൽ വന്ന് ഭയപ്പെടുത്തിയപ്പോഴും ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ അദ്ദേഹം തിരികെ വന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയ നാളുകളെ കുറിച്ചോർത്ത് അദ്ദേഹത്തിന് ഒട്ടും സങ്കടമുണ്ടാകാൻ ഇടയില്ല. കാരണം ഒരു ജനതയെ മുഴുവൻ ഒരേ സമയം ചിരിപ്പിക്കുകയും അതേസമയം തന്നെ അവരുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ എന്ത് ഭാഗ്യമാണ് ഒരു കലാകാരന് വേണ്ടത്? കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ സ്നേഹത്തോടെയും ആദരവോടെയും സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്ന പൂർണ്ണമായ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയും തന്നെയാകും അദ്ദേഹം വിടവാങ്ങിയത്. എന്നും മലയാളത്തിന്റെ സലീം കുമാർ.